എൻ്റെ സുഹൃത്തിനോടൊപ്പം ഞാൻ ഒരിക്കൽ ഒരു അഗതി മന്ദിരത്തിലേക്ക് പോയി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നൊമ്പരപ്പെടുത്തിയ കാഴ്ചയും ഒരുപാട് ചിന്തകൾ മാറ്റിമറിച്ചൊരു കാഴ്ചയായിരുന്നു. കേരളത്തിലുള്ള ഒരു അഗതി മന്ദിരത്തിൽ ഒരു മരണം സംബന്ധിച്ച് എൻ്റെ സുഹൃത്തിനു വേണ്ടി യാത്ര ചെയ്യുകയായിരുന്നു. അവിടെ ചെന്ന് പ്രവേശിച്ചപ്പോൾ ഞാൻ കണ്ട കാഴ്ച, തൂവെള്ള വസ്ത്രം ധരിച്ച നിരവധി കന്യാസ്ത്രീമാർ. ആ ഒരു ബിൽഡിങ്ങിൽ, ആ ഒരു സ്ഥാപനത്തിൽ എണ്ണമറ്റ അമ്മമാർ മാത്രം. അമ്മമാരല്ലാതെ അവിടെ ആരും തന്നെ ഇല്ല. അവിടെ പാർപ്പിച്ചിരിക്കുന്ന മുഴുവൻ അനേകം തള്ളിക്കളഞ്ഞ, കൈവിട്ട, വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട കുറെ മാതാക്കളെ എടുത്ത് സംരക്ഷിച്ച് കുളിപ്പിച്ച് പരിപാലിക്കുന്നതാണ്. വെള്ളവസ്ത്രം ധരിച്ച കന്യാസ്ത്രീമാരായ ആ പ്രിയപ്പെട്ട യേശുക്രിസ്തുവിന്റെ മണവാട്ടികൾ എന്ന് വിളിക്കുന്ന ആ പ്രിയപ്പെട്ടവർ ആരുടെ അമ്മയാണെന്ന് അറിയില്ല, എവിടുത്തെയാണെന്ന് അറിയില്ല, ഒരു ബന്ധവുമില്ലാത്ത ചിലർക്ക് വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച് അവരെ കുളിപ്പിക്കുക. ആ ബിൽഡിങ്ങിലേക്ക് പ്രവേശിക്കാൻ തന്നെ വാർദ്ധക്യത്തിന്റെ വല്ലാത്തൊരു മണം, അല്ലെങ്കിൽ ഒരു അസഖ്യപ്പെടുത്തുന്ന ഗന്ധം അവിടെ മൊത്തം വ്യാപരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ചിലരെ കുളിപ്പിക്കുന്നു, ചിലരുടെ വിസർജ്യങ്ങൾ അവർ തന്നെ വൃത്തിയാക്കുന്നു. ഞാൻ അകത്തേക്ക് കയറും തോറും എന്റെ ഉള്ളം പിടയുന്നുണ്ട്. ഇവരുടെ ജീവിതം ഇതിനായിട്ട് തന്നെ സമർപ്പിക്കപ്പെട്ടതാണ്. പിന്നീട് ഞാൻ കണ്ട കാഴ്ച, മരിച്ച മൃതശരീരത്തെ കുളിപ്പിച്ചു വൃത്തിയാക്കി നല്ല വെള്ള വസ്ത്രം ധരിപ്പിച്ചിട്ട് തൊട്ടടുത്തുള്ള സെമിത്തേരിയിലേക്ക് അവർ തന്നെ, ആ കന്യാസ്ത്രീമാർ തന്നെ, ആ സഹോദരിമാർ തന്നെ ആ ബോഡി ചുമന്നുകൊണ്ടുവരികയും ആ സമയത്തേക്ക് അവിടെ ഒരു പുരോഹിതൻ ആ ശുശ്രൂഷ നിർവഹിക്കാൻ മാത്രം അവിടെ വന്നിരുന്നു. അദ്ദേഹം പെട്ടെന്ന് ആ ശുശ്രൂഷ വളരെ മാന്യമായി നിർവഹിച്ച അനന്തരം ഇവർ തന്നെ ഈ ഭൗതിക ശരീരം ആ സെല്ലിലേക്ക് കയറ്റി വെക്കും. അപ്പോൾ അത് കണ്ടു നിൽക്കാൻ കഴിയാതെ ഞാനും കൂടെ സഹായിക്കാൻ ശ്രമിച്ചു. അവർ പറഞ്ഞു, ഞങ്ങളിത് നിത്യേന ചെയ്യുന്നതാണ്, ഇവിടെ കൂടെ മരണം സംഭവിക്കാറുണ്ട്. ആ മൃതശരീരം പൂർണ്ണമായി സെല്ലിലേക്ക് കയറ്റി വെച്ചപ്പോൾ ഞാൻ കണ്ട മറ്റൊരു കാഴ്ച, ഒരു കന്യാസ്ത്രീ ആ വെള്ളവസ്ത്രം ഒന്ന് ഉയർത്തി ചുറ്റിവെച്ചിട്ട് അവിടെ സിമെന്റ് കുഴച്ച് ചാന്തുണ്ടാക്കിയിട്ട് ആ സെല്ല് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതെന്നെ വല്ലാതെ അലച്ചു. ആർക്കു വേണ്ടിയാണ് അവർ ചെയ്യുന്നത്? സ്വന്തക്കാരോ ബന്ധുക്കളോ തള്ളിക്കളഞ്ഞ, പെറ്റമ്മയുടെ പൊക്കിൾ കുടി ബന്ധത്തെ മറന്ന, മുലയൂട്ടിയ അമ്മയുടെ വേദന മറന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിൽ ഇത്രയും അധികമുണ്ടോ എന്ന് എന്നെ ചിന്തിപ്പിച്ചു. ഒരാളും ബന്ധമില്ലാത്തവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ആയിരക്കണക്കിന് കന്യാസ്ത്രീമാർ സ്വന്തം സാഹചര്യങ്ങളിൽ എല്ലാം ഉണ്ടായിരുന്നിട്ടും വീടും കുടുംബങ്ങളെ വിട്ടിട്ട് ഇന്ത്യയുടെ വിവിധ ദുർബലർ താമസിക്കുന്ന ചേരി പ്രദേശങ്ങൾ ഉൾപ്പെടെ ആദിവാസി കേന്ദ്രങ്ങൾ ഉൾപ്പെടെ അധ്വാനിക്കുന്ന കന്യാസ്ത്രീമാരുടെ പ്രവർത്തനങ്ങൾ വിസ്മരിക്കാൻ കഴിയത്തില്ല. സമൂഹത്തിന്റെ ചരിത്രത്താളുകൾ അവർ വരുത്തിയ മാറ്റങ്ങൾ മറക്കുന്നവർ ഈ ലോകത്തിന് ഏറ്റവും അപകടം പിടിച്ചവരാണെന്ന് ഈ സമയത്ത് പറയേണ്ടി വരും. ചരിത്ര ബോധമില്ലാത്തവർ എന്ന് നടിക്കുന്ന കുറെ ഭരണാധികാരികളെ കൂടെ ഈ ഘട്ടത്തിൽ കാണുകയാണ്. ഛത്തീസ്ഗഡിൽ ഈ ദിവസത്തിൽ അറസ്റ്റിലായിരിക്കുന്നവർ ഒരിക്കലും രക്ഷപ്പെടരുതെന്ന് കരുതിക്കൊണ്ട് തന്നെ അവർക്കെതിരെ എഴുതി ചേർക്കാൻ പറ്റുന്ന മുഴുവൻ FIR നിയമങ്ങളും എഴുതി ചേർത്തിട്ട് അവരെ തടങ്കൽ അടച്ചിരിക്കുന്ന ഒരു വാർത്ത ലോകം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഒരു കാര്യം ഓർത്തുക, ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഏത് ശക്തിയായാലും ഏത് കരങ്ങളായാലും ഇതിനേക്കാൾ വലിയ സാമ്രാജ്യത്വ ശക്തികൾ ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ, ചാരിറ്റിക്കെതിരെ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കെതിരെ മുൻപിൽ നിന്നവരെ തുടച്ചു നീക്കാൻ പറ്റി ശക്തിയോടെ ഉയർക്കൊണ്ടു വന്നിട്ടുണ്ട്. പക്ഷെ ഉലകത്തിൽ അവരാരും എല്ലാ കാലവും ജയിച്ചൊരു ചരിത്രമില്ല. ചരിത്രബോധമില്ലാത്തവരാണ് ഇത്തരത്തിൽ പടവാളെടുക്കുന്നതെന്ന് മറക്കണ്ട. വിരൽത്തുമ്പിൽ കിട്ടുന്ന വിജ്ഞാനത്തിൽ ഒറ്റ നിമിഷം കൊണ്ട് കിട്ടുന്ന ഒരുപാട് അറിവുകളുണ്ട്. ഈ ഇന്ത്യ ഭരിക്കുന്ന അറിയപ്പെടുന്ന അനേക ശക്തന്മാരായിട്ട് എവിടെയാണ് പഠിച്ചത്? LK അദ്വാനി, JB നദ്ദ, പീയൂഷ് ഗോഷാൽ, നിർമ്മല ശ്രീധാരാം, BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, എന്തിനാണ് തൃശൂർ MP സുരേഷ് ഗോപി ഉൾപ്പെടെവർ ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഏത് സ്ഥാപനങ്ങളിൽ നിന്നാണ് വിദ്യാഭ്യാസത്തിന്റെ ആഴങ്ങളിലേക്ക് എത്തിയെന്നുള്ളത് മറച്ചു വെക്കാതെ പബ്ലിക്കിൽ ഒന്ന് പറയാൻ പറ്റുമോ? അവിടെ ഏത് സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച, ഏത് സ്ഥാപനത്തിലെ കന്യാസ്ത്രീമാരാണ് പഠിപ്പിച്ച, ഏത് സ്ഥാപനമാണ് നിങ്ങളെ മതപരിവർത്തനം നടത്തിയത്? ആ പഠിച്ചത് കൊണ്ടോ അവരെ പ്രയത്നം കൊണ്ടോ നിങ്ങൾ ഏത് മതം വിട്ടാണ് മാറിയത്? മതപരിവർത്തനം എന്ന് പറയുന്നത് പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ മതനിന്ദ എന്ന് പറയുന്ന തന്ത്രപരമായ പദം ഉപയോഗിച്ചും നിരവധി പേരെ തുറങ്കിലടിക്കുകയും കൊല ചെയ്യുന്നത് പോലെ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ആയുധമായി ഉപയോഗിക്കുന്ന ഒന്നിന്റെ പേരാണ് മതപരിവർത്തനം. മതപരിവർത്തനത്തിൽ വെറികൊണ്ട ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പ്രസ്ഥാനമോ നിങ്ങളുടെ മതമോ നിങ്ങളിരിക്കുന്ന സംഘടനകളൊന്നും ആരെങ്കിലും നിങ്ങളെ വിട്ടു പോകുന്നെങ്കിൽ, മറ്റൊരു പ്രസ്ഥാനത്തെയോ മറ്റൊരു മതത്തെ ആശ്രയിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ന്യൂനതകളുണ്ടെന്നല്ലേ?
ചരിത്രങ്ങൾ പഠിച്ചു നോക്കിക്കേ. വർണ്ണത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും വിവേചനം കാണിച്ചു മനുഷ്യനെ മനുഷ്യനായി കാണാൻ മനസ്സില്ലാത്തവരിടയിൽ നിന്ന് ജനത്തെ മനുഷ്യരായി ജീവിക്കാൻ പഠിപ്പിച്ച മാർഗത്തിന്റെ പേരാണ് ക്രിസ്ത്യാനിറ്റി. ഒരു ഭർത്താവ് മരിച്ചാൽ ആ ചിതയിൽ തന്നെ ചാടി മരിക്കാനല്ലാതെ വേറെ നിവൃത്തിയില്ലാത്ത, പിന്നെ ജീവിക്കാൻ ഒരു അവകാശമില്ലാത്ത സ്ത്രീകളെ ജീവിക്കാൻ പഠിപ്പിച്ച മാർഗത്തിന്റെ പേരാണ് സുവിശേഷം. അടിമക്കച്ചടവും മനുഷ്യനെ ഒരു അടിമയായി കണ്ട സ്ഥലത്തുനിന്ന് മനുഷ്യനെ അടിമയായി കാണേണ്ടവരെല്ലാം മനുഷ്യനെല്ലാം ഒരുപോലെയാണെന്ന് സമത്വം പഠിപ്പിച്ച മാർഗത്തിന്റെ പേര് ക്രിസ്ത്യാനിറ്റി. മനുഷ്യനായി കാണാത്ത ലോകത്തിന് മനുഷ്യനെ സ്നേഹിക്കാൻ നരഭോജികളെ പോലും മനുഷ്യ സ്നേഹികളാക്കിയ മാർഗത്തിന്റെ പേരാണ് ക്രിസ്ത്യാനിറ്റി. ചരിത്രബോധമുള്ള മനുഷ്യത്വ ബോധമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മതപരിവർത്തനം എന്ന വ്യാജ പേര് വെച്ചുകൊണ്ട് വെറി കൂടി ഗർജിച്ച് ഇല്ലായ്മ ചെയ്യാൻ ഇറങ്ങുന്നതിന് മുമ്പേ തങ്ങളുടെ ഇടയിലെ ന്യൂനതകളും കാലങ്ങളും ശാസ്ത്രവും പുരോഗമിച്ചിട്ട് മാറാത്ത കാലം കാലഘട്ടപ്പെട്ടുപോയ ആചാരങ്ങളും മാറ്റി മനുഷ്യനെ കൂടെ പിടിക്കാൻ ചേർത്ത് നിർത്താൻ ശ്രമിക്കൂ. അതാണ് ഈ കാലഘട്ടത്തിൽ മനുഷ്യന് ആവശ്യം. കന്യാസ്ത്രീകളുടെ മോചനം ഈ ഇന്ത്യയുടെ ആവശ്യമാണ്. കന്യാസ്ത്രീമാർ നീതി കിട്ടേണ്ടത് ഇന്ത്യയുടെ ജനതയുടെ ആവശ്യമാണ്. കേരളത്തിൽ തോളിൽ കൈയിടാൻ വരുന്ന വർഗീയ വിഷം ഒളിച്ചു വരുന്നവരെ ഒന്ന് തിരിച്ചറിയുവാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തും.